നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. വിജ്ഞാപനം ഒക്ടോബറിലുണ്ടായേക്കും. വാർഡ് വിഭജനം അന്തിമഘട്ടത്തിലെത്തിയതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലം പട്ടയമേള ചൊവ്വാഴ്ച ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. രാവിലെ 10-ന് റവന്യൂ മന്ത്രി കെ രാജൻ മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. പഴഞ്ഞി കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടം അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് പൂങ്കാവനത്തിന് സമീപം. ഞായറാഴ്ച രാത്രി 8 മണിയോടെ. കേച്ചേരി കൈപ്പറമ്പിൽ മിനിലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വെള്ളക്കെട്ടിന് പരിഹാരമായി പുതിയ കലുങ്ക് പണിത റോഡ് പുതുക്കിയപ്പോൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയടഞ്ഞു. കർക്കിടക മാസ ദർശനത്തിന് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തണമെങ്കിൽ ഇനി പഞ്ചായത്ത് കനിയണം. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിന് CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിന് ആദരം. SKSSF കടവല്ലൂർ വടക്കുമുറി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. വാർത്തകൾ വിശദമായി. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. വിജ്ഞാപനം ഒക്ടോബറിലുണ്ടായേക്കും. വാർഡ് വിഭജനം അന്തിമഘട്ടത്തിലെത്തിയതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. ഒക്ടോബർ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടാകാനാണ് സാധ്യത. പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വീടുകൾ ക്രമീകരിച്ച ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ജൂലൈ 21-ന് പുറത്തിറക്കും. ഇതോടെ പട്ടിക പുതുക്കൽ ആരംഭിക്കും. ഡിസംബർ 21-ന് പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കേണ്ടതിനാൽ ഡിസംബർ പകുതിക്ക് മുമ്പ് വോട്ടെടുപ്പ് നടത്തണം. ഇതിനും 1.5 മാസം മുമ്പ് വിജ്ഞാപനമുണ്ടാകും. ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജനത്തിനുള്ള കരട് ജൂലൈ 21-ന് പ്രസിദ്ധീകരിക്കും. പരാതി കേട്ട് അന്തിമമാക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം പൂർത്തിയാകും. 25 വരെ പരാതി നൽകാൻ സമയമുണ്ട്. ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയിൽ കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ വീട്ടിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. താമരയൂർ ജുമാ മസ്ജിദിനു സമീപം കൊങ്ങണം വീട്ടിൽ ഗഫൂർ മകൻ ഫർസീനയാണ് ബറേലയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ കാണാതായത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ MLA കുടുംബത്തെ ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത്. CPM തമ്പുരാൻപടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP വിനോദ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, KV വൈശാഖ്, NN നിഷിൽ, അബ്ദുൾ അസീസ്, SV പ്രേമശാന്തൻ, PS സുജീഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിന് CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിന് ആദരം. SKSSF കടവല്ലൂർ വടക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരം ഒരുക്കിയത്. അൽ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂൾ ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് KK സുലൈമാൻ ദാരിമി നിർവഹിച്ചു. SKSSF ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. മേഖലയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, കമ്മിറ്റി അംഗം A സൈനുദ്ദീൻ, SKSSF പ്രവാസി പ്രതിനിധികളായ ജമാൽ, മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊന്നാനി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് ഷഫീർ, ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനി ഇർഫാന ജന്നത്ത് എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം പട്ടയമേള ചൊവ്വാഴ്ച ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് റവന്യൂ മന്ത്രി കെ രാജൻ മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനാകും. K രാധാകൃഷ്ണൻ MP, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അഗതിയൂർ 2, അഞ്ഞൂർ 1, എയ്യാൽ 8, കടങ്ങോട് 6, കടവല്ലൂർ 2, കരിക്കാട് 8, കരിയന്നൂർ 1, കാട്ടകാമ്പാൽ 3, കാണിപ്പയൂർ 2, കിരാലൂർ 3, കുന്നംകുളം 4, ചിറമനേങ്ങാട് 23, ചെമ്മന്തട്ട് 2, ചൊവ്വന്നൂർ 5, തയ്യൂർ 1, നെല്ലുവായി 5, പഴഞ്ഞി 2, പെരുമ്പിലാവ് 3, വെള്ളാറ്റഞ്ഞൂർ 4, വെള്ളറക്കാട് 5, വേലൂർ 7, കോട്ടപ്പുറം 16, ചിറ്റണ്ട 7, കാഞ്ഞിരക്കോട് 5 തുടങ്ങി വില്ലേജ് തലത്തിൽ 125 പേർക്കും, വനഭൂമി 6, ദേവസ്വം ഭൂമി 76, മിച്ചഭൂമി 26, ഇനാം, ഉന്നതി, പുറമ്പോക്കിനങ്ങളിൽ 29 തുടങ്ങി മൊത്തം 262 പേർക്കുമാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. പട്ടയ വിതരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തഹസീൽദാർ OB ഹേമ അറിയിച്ചു.
ജൂലൈ 15-ാം തീയതി രാവിലെ 10 മണിക്ക് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പട്ടയമേള നടത്തുകയാണ്. അപ്പോൾ അതിൽ വിവിധ ഇനങ്ങളിലായി 264 പട്ടയങ്ങളാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. അതിനുവേണ്ടി ഹൈസ്കൂള് ഓഡിറ്റോറിയം നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളതും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളതുമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ അവർ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. MLA കുന്നംകുളം MLA AC മൊയ്തീൻ അവர்களാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാധാകൃഷ്ണൻ MP അടക്കം പ്രമുഖരായ എല്ലാവരും പങ്കെടുക്കുന്നു. പഴഞ്ഞി കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ കരിക്കാട് ചിറ്റിലപ്പള്ളി 19 വയസ്സുള്ള മെൽവിൻ, കാട്ടകമ്പൽ ചെറുവത്തൂർ 28 വയസ്സുള്ള ബിൻസൺ, പഴഞ്ഞി സ്വദേശി കാട്ടിൽ 24 വയസ്സുള്ള ഷെനിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് പൂങ്കാവനത്തിന് സമീപം ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം. പരിക്കേറ്റവരെ കരിക്കാട് നന്മ ആംബുലൻസിലും മറ്റൊരു വാഹനത്തിലുമായി പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചു. ബിൻസൺ, ഷെനിത്ത് എന്നിവരുടെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കേച്ചേരി കൈപ്പറമ്പിൽ മിനിലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ബേക്കറി സാധനങ്ങൾ വിതരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മിനി കണ്ടെയ്നർ ലോറി കൈപ്പറമ്പ് നൈൽ ആശുപത്രിക്ക് സമീപത്തുള്ള ഇറക്കത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഈ ഭാഗത്ത് റോഡിന് നടുവിലെ ഡിവൈഡറുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായി സ്ഥാപിക്കുന്ന ഡിവൈഡറുകളിൽ മതിയായ റിഫ്ലക്ടറുകളും എവിടെയും സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാത്തതാണ് അപകട കാരണമായതെന്ന് ആരോപണമുണ്ട്. കുറച്ചുനേരം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ എത്തി അപകടത്തിൽപ്പെട്ട വാഹനം സ്ഥലത്തു നിന്നും മാറ്റി. വെള്ളക്കെട്ടിന് പരിഹാരമായി പുതിയ കലുങ്ക് പണിത് റോഡ് പുതുക്കിയപ്പോൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയടഞ്ഞു. കർക്കിടക മാസ ദർശനത്തിന് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തണമെങ്കിൽ ഇനി പഞ്ചായത്ത് കനിയണം. കടവല്ലൂർ പഴഞ്ഞി റോഡിൽ കടവല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുൻപിലാണ് പ്രശ്നം. സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്. കലുങ്ക് നിർമ്മിച്ച ഭാഗത്തെ റോഡ് കട്ടവിരിച്ച് പുതുക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി റോഡ് വലിയ തോതിൽ ഉയർത്തിയിരുന്നു. ഇതോടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് വാഹനങ്ങൾ ഇറക്കുക ബുദ്ധിമുട്ടായി. കുത്തനെയുള്ള ഇറക്കത്തിൽ പഴയ റോഡ് പൊളിച്ച മാലിന്യം കൂടി നിരത്തിയതോടെ കാൽനടയാത്ര പോലും അസാധ്യമായി. രാമായണ മാസത്തിൽ ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ഭക്തർ വാഹനങ്ങളിലെത്തും. എന്നാൽ ക്ഷേത്രത്തിന് സമീപത്തേക്ക് വാഹനം കൊണ്ടുപോകുന്നത് ദുരിതമാകും. മാലിന്യം നീക്കം ചെയ്ത് റോഡ് ഉയർത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. കിഴക്കാളൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. മറ്റം കിഴക്കാളൂർ അമ്പലം സ്റ്റോപ്പിന് സമീപത്താണ് സംഭവം. അപകടത്തെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഭാഗികമായി തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. KCB അധികൃതർ സ്ഥലത്തെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ കുന്നംകുളം ഏരിയ തല ഉദ്ഘാടനം പെരുമ്പിലാവിൽ നടന്നു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ 2014 സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ കർഷക സംഘം കടവല്ലൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി ഏറ്റെടുത്ത് പെരുമ്പിലാവ് സ്വദേശി വിജയന്റെ 70 സെന്റ് സ്ഥലത്താണ് പയർ, വെണ്ട, വഴുതന, കൂർക്ക, മുളക്, തക്കാളി തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഏരിയ തല നടീൽ ഉത്സവം സംയോജിത കൃഷി ക്യാമ്പയിൻ ജില്ലാ ചെയർമാനും കർഷകനുമായ M. ബാലാജി നിർവഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, KB ജയൻ, CG രഘുനാഥ്, പത്മ വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെല്ലാം ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു സംഘടനാ രൂപമുണ്ടാകുന്നു. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൻ്റെ എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഓണത്തിന് 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള തീയതികളിൽ അതിൻ്റെ പേര് പോലും നല്ല ഭക്ഷണ വിപണി എന്നാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വിപണനം ചെയ്യുന്ന വിപണന മേളകൾ CPIMൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. അത് തുടർ പ്രക്രിയയായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഏറ്റവും മഹനീയമായ രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഇവിടെ സംഘടിപ്പിക്കും. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം. ആളപായമില്ല. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും വാട്ടർ ATMും ബസ്സിടിച്ച് തകർത്തു.
ബസ്സിനൊന്നും പറ്റിയിട്ടില്ല. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം സംഭവിച്ചു. ആളെ ഭയമില്ല. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ഷൊർണൂർ റൂട്ടിലോടുന്ന മുളയ്ക്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആളെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്. ഈ സമയം ബസിന്റെ ബ്രേക്കിംഗ് എയർ നഷ്ടപ്പെടുകയും നിയന്ത്രണം വിട്ട ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഷെഡും സമീപത്തെ വാട്ടർ ATM-ഉം ഇടിച്ചു തകർത്തു. ഈ സമയം ബസ് സ്റ്റാൻഡിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. പട്ടാമ്പി പോലീസും നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണമായതെന്ന് ബസ് ജീവനക്കാരും അറിയിച്ചു. വലിയ അപകടം കൂടിയാണ് ഇവിടെ ഒഴിവായത്. ദേശീയപാതയുടെ ഒരുമനയൂർ വില്യംസ് മുതൽ ചാവക്കാട് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുമനയൂർ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന പ്രമേയം അവതരിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജൂലൈ 17 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ തങ്ങൾപടിയിൽ പ്രതിഷേധ ധർണ നടത്താനും യോഗം തീരുമാനിച്ചു. തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറളാച്ചിക്കുന്ന് ഈങ്ങപ്പുള്ളി വളപ്പിൽ 62 വയസ്സുള്ള അച്യുതൻ എന്ന കുട്ടനെയാണ് കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന്റെ വലതുവശത്തും മുന്നിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു. അനിതയാണ് ഭാര്യ. അശ്വതി, രമ്യ, ഐശ്വര്യ, ആതിര എന്നിവർ മക്കളാണ്. പോർക്കുളം കോലാടിപ്പാടത്ത് പശുവിനെ വിഴുങ്ങാൻ പെരുമ്പാമ്പിന്റെ ശ്രമം. പോർക്കുളം സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ സ്മിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 മാസം പ്രായമുള്ള പശുവിനെയാണ് പാമ്പ് വരിഞ്ഞു മുറുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ സ്മിജിത്തിന്റെ മകൻ അഭിനവ് കൃഷ്ണയാണ് സംഭവം ആദ്യം കണ്ടത്. തുടർന്ന് ഇരുവരും ചേർന്ന് പാമ്പിൽ നിന്ന് മോചിപ്പിച്ച് പശുവിനെ കുന്നംകുളത്തെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പശുവിന്റെ പിൻവശത്തെ ഇരുകാലുകളിലെയും എല്ലുകൾ പല ഭാഗങ്ങളിലും ഒടിഞ്ഞ നിലയിലാണ്. ഞായറാഴ്ച വനം വന്യജീവി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അക്കിക്കാവിൽ നിന്നും പാമ്പിനെ പിടിക്കാൻ റെസ്ക്യൂവർ എത്തിയെങ്കിലും പിടികൂടാനായില്ല. കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും കടപ്പുറം പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബ്ലാക്ക് വാൾ തീർത്തു. അഞ്ചങ്ങാടി സെന്ററിൽ നിന്നും നടത്തിയ പ്രകടനം അഞ്ചങ്ങാടി വളവിൽ സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ PV ഉമർകുഞ്ഞി, PK അബൂബക്കർ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുലാബിദ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ, ജനറൽ സെക്രട്ടറി PM മുജീബ്, യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, ജനറൽ സെക്രട്ടറി കബീർ ഫൈസി, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ തെക്കരകത്ത് കരീം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് യൂത്ത് ലീഗ് MSF നേതാക്കൾ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പുതിയ കോളേജ് ബസിന്റെ സമർപ്പണവും കോളേജ് യൂണിയന്റെ ഉദ്ഘാടനവും നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MP-യുടെ ആസ്തി ദീന ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് യാഥാർത്ഥ്യമാക്കിയത്. കോളേജ് പരിസരത്ത് നടന്ന ബസിന്റെ ഫ്ളാഗ് ഓഫും MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു K നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന ശിബിരവും കാർഗിൽ വിജയ് ദിവസ് ആചരണവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമർത്ഥ 2025 എന്ന പേരിൽ ജൂലൈ 20 വൈകിട്ട് 3 ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടത്തുന്ന ഏകദിന ശിബിരത്തിൽ നല്ല ശീലങ്ങൾ, കളിയിൽ അല്പം കാര്യം, വ്യക്തിനിർമ്മാണം, സ്വഭാവരൂപീകരണം, ലക്ഷ്യബോധം, ആത്മവിശ്വാസം എന്നീ വിഷയങ്ങളിലായി ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ പരിശീലകർ ക്ലാസുകൾ നയിക്കും. പൈതൃകം സൈനിക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 26 നഗരസഭ ലൈബ്രറി ഹാളിലാണ് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ദേശസ്നേഹ സദസ്സ് നടത്തുക. രാവിലെ 10 കേണൽ തോമസ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥി വൈസ് അഡ്മിറൽ KR നായരെ ചടങ്ങിൽ ആദരിക്കും. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ NCC കേഡറ്റുകളുടെ പരേഡും ഉണ്ടായിരിക്കും. പൈതൃകം ഗുരുവായൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ,
കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവിചങ്കത്ത്, സെക്രട്ടറി മധു കെ നായർ, മണലൂർ ഗോപിനാഥ്, വി രാജേഷ്, ജയൻ കെ മേനോൻ, സന്തോഷ് കുന്നംകുളം, കെ വേലായുധൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ വാഗ കോക്കൂർ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. റോഡിലെ കുഴികളിൽ പ്രവർത്തകർ വാഴ നട്ടു, പ്രതിഷേധം രേഖപ്പെടുത്തി. 6-7 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ധനീഷ്, സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. വ്യവസായ സൗഹൃദമാണ് കേരളം എന്നതിന് വിപരീതമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കും അതിനോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങളുമെന്ന് BMS ഗുരുവായൂർ മേഖലാ വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ചാവക്കാട് യൂണിറ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കേരച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, ട്രഷറർ സൂരജ് കോട്ടപ്പടി, KT മുഹമ്മദ് യൂനസ്, KV രാമചന്ദ്രൻ, അനിൽ മുട്ടിൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാജി അമ്മാട്ട് സ്മാരക പുരസ്കാര സമർപ്പണവും പുതിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം അധ്യക്ഷൻ ഷർഫു പന്നിത്തടം എന്നിവർ മുഖ്യാതിഥികളായി. UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PC ഗോപാലകൃഷ്ണൻ, OS വാസുദേവൻ, PK രാമകൃഷ്ണൻ, സലാം വലിയകത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിൽ ചിറമനേങ്ങാട്, റഫീഖ് ഐനിക്കുന്നത്ത്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെളർക്കാട്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഷാജി അമ്മാട്ട് സ്മാരക പുരസ്കാര സമർപ്പണവും പുതിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും നടന്നു. KCYM മറ്റം ഇടവക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അളൂർ പതാക ഉയർത്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCYM മറ്റം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സമൃദ്ധ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ട്രഷറർ ആൽഫ്രഡ് ഫ്രാൻസിസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് ചേർക്കുന്നതിനും ചടങ്ങിൽ തുടക്കമായി. പതാക ദിനത്തിന് KCYM ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. ചാലിശ്ശേരി ആലിക്കര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് തല കുടുംബസംഗമം KPCC ഉപാധ്യക്ഷനും മുൻ MLAയുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC+2 വിജയികളെയും ആശ ഹരിതകർമ്മസേന പ്രവർത്തകരെയും ആദരിച്ചു. ആലിക്കരയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി V സേതുമാധവൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് അലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR പ്രകാശ്, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗംഗാധരൻ കപൂർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാറ്റുകര ദി നാഷണൽ പബ്ലിക് ലൈബ്രറിയിൽ വായന പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനത്തിനോടനുബന്ധിച്ച് ബുക്ക് വേം എന്ന പേരിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ച് രൂപേഷ്, VA അമേയ എന്നിവരടങ്ങിയ ടീം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. എഴുത്ത്, ക്വിസ്, അഭിമുഖം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ മികച്ച വായനക്കാരെ കണ്ടെത്തുന്നതായിരുന്നു മത്സരം. ലൈബ്രറി പ്രസിഡന്റ് CD ജോസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും എഴുത്തുകാരനുമായ പ്രസാദ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി, എളവള്ളി പഞ്ചായത്ത് അംഗം MP ശരത് കുമാർ, പഞ്ചായത്ത് തല വായനശാല നേതൃസമിതി കൺവീനർ അബ്ദുൾ ഹക്കീം, ലൈബ്രറി സെക്രട്ടറി KB ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PM ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ഷിൻഡോ തോമസ്, എക്സിക്യൂട്ടീവ് അംഗം CT ജാൻസി എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയുടെ സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ച് 2 പേരടങ്ങുന്ന 14 ടീമുകൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ചവർക്കുള്ള സമാദരണ സദസ്സിൽ താലൂക്കിലെ മികച്ച ലൈബ്രറിയനായ ആനി ജോസ്, PhD കരസ്ഥമാക്കിയ ഡോക്ടർ ജിബി ജോസ്, ഡോക്ടർ ലിൻഡ വർഗീസ്, ഡോക്ടർ സിലൻ തരകൻ തുടങ്ങിയവരെയും CA പാസായ ഡെൽവിൻ തോമസിനെയും അനുമോദിച്ചു.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ കൈപ്പുസ്തകത്തിന്റെ വിതരണം വാഗ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് തൃശൂർ അതിരൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ വികാരി ഫാദർ നിബിൻ തളിയത്ത് മതബോധന സ്കൂൾ പ്രിൻസിപ്പാൾ K ജലീലിന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരായ ഷാജി ജോസഫ്, ബെറ്റി ജോയ്, ലിൻസി സണ്ണി, KJ ജിൽസൺ എന്നിവർ സംസാരിച്ചു. PJ സ്റ്റൈജു പുസ്തക പരിചയം നടത്തി. വിദ്യാർത്ഥികളായ ഏഥൽ ജോയ്, അലീന ബെന്നി, KJ ഇമാറോസ് എന്നിവർ നേതൃത്വം നൽകി. കരുമത്ര, പെരിങ്ങാട്, പാറന്നൂർ, തണ്ടിലം, കിരാലൂർ, കൂനമുച്ചി, ചെറുനല്ലൂർ എന്നീ പള്ളികളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഗുരുവായൂർ കപ്പിയൂരിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പീച്ചിലി വീട്ടിൽ 59 വയസ്സുള്ള കറപ്പനയാണ് ഞായറാഴ്ച രാത്രി 8:30 വീടിനു പരിസരത്തെ തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം താഴെയിറക്കി. പുഷ്പ ഭാര്യയും നീതു, മിഥുൻ എന്നിവർ മക്കളുമാണ്. പോർക്കുളം പഞ്ചായത്തിൽ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് BJP ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കുമാർ MP അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ജില്ലാ ഭാരവാഹികളായ രേഷ്മ സുനിൽ, നിത്യ സാഗർ, ഷിനി സുനിലൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് കളരിക്കൽ, മഹേഷ് തിരുത്തിക്കാട്, ട്രഷറർ വിഗീഷ് അപ്പു, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കര, സെക്രട്ടറി നിമിഷ വിഗീഷ്, പഞ്ചായത്ത് ഭാരവാഹികളായ പ്രേമദാസ്, സുധീർ എന്നിവർ നേതൃത്വം നൽകി. UP-യിൽ കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ വീട്ടിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തി. ലീഗ് സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് CH റഷീദ്, മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ, മണ്ഡലം സെക്രട്ടറി സൈനുൽ ആബിദ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് TR ഇബ്രാഹിം, ജനറൽ സെക്രട്ടറി കബീർ ഫൈസി, മുസ്ലിം ലീഗ് നേതാക്കളായ PV ഉമർകുഞ്ഞി, അബൂബക്കർ, പുന്നൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നൌഫൽ കുഴിങ്ങര, ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തിയത്. വീടിന്റെ ഓടിനുള്ളിൽ കയറിക്കൂടി മൂർഖൻ പാമ്പ്. വിളയൂർ കരിങ്ങനാടായിരുന്നു സംഭവം. കൈപ്പുറം അബ്ബാസ് പാമ്പിനെ പിടികൂടി. വിളയൂർ കരിങ്കനാട് വടക്കേക്കളത്തിൽ രവീന്ദ്രന്റെ വീടിന്റെ ഓടിനുള്ളിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് മൂർഖൻ പാമ്പിനെ വീട്ടുകാർ ഓടിനു മുകളിൽ കണ്ടത്. തുടർന്ന് കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അബ്ബാസ് സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. കുന്നംകുളം നഗരത്തിൽ സ്കൂട്ടറിൽ പാമ്പിനെ കണ്ട് പരിഭ്രാന്തരായി നാട്ടുകാർ. സ്കൂട്ടറിൽ നിന്നും പുറത്തിറങ്ങിയ പാമ്പ് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപ്പോളോ സ്റ്റുഡിയോയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വളയംകുളം സ്വദേശി ജാസിമിന്റെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത്. മറ്റൊരു സ്കൂട്ടറിൽ നിന്നാണ് ഈ സ്കൂട്ടറിലേക്ക് പാമ്പ് കയറിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇത് കണ്ട നാട്ടുകാർ സ്കൂട്ടർ പരിശോധിച്ചു. ഇതിനിടയിൽ പുറത്തിറങ്ങിയ പാമ്പ് തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയ്ക്കടിയിൽ കയറുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചേര ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് കണ്ടത്. ഗുരുവായൂർ ദേവസ്വം കീഴടം കുന്നംകുളം തലക്കൂട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാരംഭത്തിന്റെ മുന്നോടിയായി മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമ സഹസ്രനാമ സമൂഹ നാമാർച്ചനയും പ്രഭാഷണവും സംഘടിപ്പിച്ചു. സ്വാമി നിഖിലാനന്ദ സരസ്വതി ഇരുനിലങ്കോട് ജ്ഞാനകുടീരം സഹസ്രനാമാർച്ചനയ്ക്കും പ്രഭാഷണവും നടത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. രമേശ് കേച്ചേരി, ചാന്ദിനി കാവിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പയ്യൂർ മദ്രസ പരിസരത്ത് നടന്ന കുടുംബസംഗമം KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവും മുൻ MP-യുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് നിവർന്നു നിൽക്കാൻ ഒരു നട്ടെല്ലും അഭിമാനത്തോടെ ഇന്ത്യക്കാരൻ എന്ന പേരിൽ ജീവിക്കാൻ ഒരു രാജ്യവും ഉണ്ടാക്കി തന്നത് മഹാത്മാഗാന്ധിയാണെന്ന് പ്രതാപൻ വ്യക്തമാക്കി. നമ്മൾ അച്ഛൻ വെറുതെ വിളിക്കൂലല്ലോ. അച്ഛൻ വിളിക്കുന്നത് നമുക്ക് ജന്മം നൽകിയതാണെന്ന് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യയുടെ അച്ഛനെ എങ്ങനെ അച്ഛൻ വിളിച്ചത്? വെറുതെ വിളിക്കുന്നു. മക്കളെ, നമ്മുടെ രാജ്യം 200 കൊല്ലത്തിലേറെ കാലം അടിമ രാജ്യമായിരുന്നു. ഇംഗ്ലീഷുകാര്, വെള്ളക്കാരായ ഇംഗ്ലീഷുകാര്, ബ്രിട്ടനിൽ നിന്ന് വന്നവര്
അവര് ഈ നാടിനെ അവര് നമ്മൾ അടിമകളാക്കി വെച്ചു. ഈ മലയാളം വർത്തമാനം പറയുന്നത് നമ്മളെയും ഇന്ത്യക്കാരായ മുഴുവൻ ആളുകൾ അടിമകളാക്കി വെച്ചു. ഈ ജനിച്ച നാട്ടിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അടിമകളും ഇവിടെ വന്ന വെള്ളക്കാർ ഉടമകളുമായി മാറി. ഗാന്ധിയെ കൊന്നവർ ഇന്ന് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ പോൾ, ജെയ്സൺ ചാക്കോ, ബാലചന്ദ്രൻ പൂലോത്ത്, NA നൌഷാദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റംല മജീദ്, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TA ജോഷി, സെക്രട്ടറി ജിൻഡോ വിൻസെന്റ്, എക്സിക്യൂട്ടീവ് അംഗം KV ആന്റണി എന്നിവർ സംസാരിച്ചു. വാർഡിലെ മുതിർന്ന പ്രവർത്തകരെ ഷാളണിയിച്ച് ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും SSLC+2 പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് സെന്റ് ബെനഡിക്ട് കുടുംബ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പാരിഷ് ജൂബിലി ഹാളിൽ നടന്നു. വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോഷി ചുങ്കത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. കേന്ദ്ര സമിതി കൺവീനർ NV ആന്റണി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യോഹന്നാൻ പുത്തൂർ, PJ ബൈജു, വിനീത സേവ്യർ, ലൈജു ബോണീസ്, സിജോ നെയ്യൻ, വിൻസൺ നെയ്യൻ, ജോസഫ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി അങ്ങാടി തോപ്പിൽ കിടങ്ങത്ത് ബിനോയ് മകൻ 20 വയസ്സുള്ള അനഘിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഉടനെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ ഏർപ്പെടുത്തിയ പിതൃസ്മൃതി മാതൃസ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആധ്യാത്മിക രംഗത്തെ പ്രതിഭകൾക്കുള്ള പിതൃസ്മൃതി തെക്കുമുറി മാധവൻ നായർ സ്മാരക പുരസ്കാരത്തിന് ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനെയും സാമൂഹിക പ്രവർത്തന രംഗത്തെ വനിതകൾക്കു നൽകിവരുന്ന മാതൃസ്മൃതി കണ്ടിയൂർ സുശീലാമ്മ സ്മാരക പുരസ്കാരത്തിന് എഴുത്തുകാരിയും ആധ്യാത്മിക പണ്ഡിതയുമായ സരസ്വതി കൃഷ്ണൻകുട്ടിയെയും തെരഞ്ഞെടുത്തു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. കർക്കിടകവാവ് ദിനമായ ജൂലൈ 24-ന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ ചേരുന്ന പിതൃസ്മൃതി ദിനാചരണ സദസ്സിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വിപണി. മോണ്ടിസോറി കോഴ്സിൽ വിജയഗാഥ രചിച്ച് ഗുരുവായൂർ ക്ലാപ്സ് എഡ്യൂക്കേഷണൽ സെന്റർ. സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനുള്ളിൽ ബിരുദം നേടിയവരുടെ എണ്ണം 500-നോടടുക്കുന്നു. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ തെക്കേനടയിൽ മഹാരാജ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ക്ലാപ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്നും കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ 465 പേരാണ് ബിരുദം നേടിയത്. വിദേശത്തും സ്വദേശത്തുമായി 90% തൊഴിൽ സാധ്യത ഉറപ്പു നൽകുന്നു എന്നതാണ് ഇന്റർനാഷണൽ മോണ്ടിസോറി TTC കോഴ്സിന്റെ പ്രത്യേകത. ക്ലാപ്സ് എഡ്യൂക്കേഷൻ സെന്റർ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകുന്നു. പഠിച്ച സ്ഥാപനത്തിൽ തന്നെ ജോലി നേടുന്നത് അഭിമാന നിമിഷമായി കാണുന്നുവെന്ന് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ അധ്യാപകരായവർ പറഞ്ഞു. ഞാൻ ക്ലാപ്സ് എഡ്യൂക്കേഷൻ സെന്ററിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠനം പൂർത്തിയായിട്ട് അവിടെ തന്നെ സ്മിത മിസ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയും ചെയ്തു. കുറച്ച് മാസങ്ങൾ ഞാൻ ഇപ്പോഴത്തെ ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അവർ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവുകയും ചെയ്തു. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പുതുതായി പഠനം പൂർത്തിയാക്കിയ 25 വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്നു. അധ്യാപകനും നാടകപ്രവർത്തകനുമായ ഷാജി നിഴൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സ്മിത സോബി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞു പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. പ്രായപരിധിയില്ലാതെ വിദേശത്തുള്ളവർക്കും ഓൺലൈനായി പഠിക്കാനും പരീക്ഷ എഴുതാനും അവസരമുണ്ട്. മോണ്ടിസോറിക്ക് പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർവ്യൂ സ്കിൽ, പാവനിർമ്മാണം എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 90 61 10 81 21 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റി കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AK ഹുസൈൻ, അഹമ്മദ് മുല്ല, MP കബീർ, ബിജു കുര്യക്കോട്ട്, RA അബ്ദുൾ ഹക്കീം, VP നവീൻ, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് കളരിക്കൽ കുടുംബസംഗമം നടന്നു. രുക്മിണി പണിക്കത്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. KB രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ വനമാലി മധുസൂദനൻ കടങ്ങോട് എന്നിവർ കളരിയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഹരിദാസ്, കൃഷ്ണരാജൻ, മൈഥിലി നടരാജൻ കോയമ്പത്തൂർ, മോഹനൻ ചേർപ്പ്, ഉണ്ണികൃഷ്ണൻ മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ നടന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9120 രൂപ, പവന് 72,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. ചരമം. കേച്ചേരി എരനെല്ലൂർ കണ്ണനായ്ക്കൽ കൊച്ചാപ്പു ഭാര്യ മർത്ത നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഷാജി, സണ്ണി, ലില്ലി, ജോയ്സൺ എന്നിവർ മക്കളാണ്. ചമ്മന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന തൈപ്പറമ്പിൽ കുഞ്ഞിമോൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് ഭാര്യ. ഫൈസൽ, ഉബൈദ്, ജലീൽ, സെൽമ, സെലീന എന്നിവർ മക്കളാണ്. കൊച്ചനൂർ അതിർത്തിയിൽ താമസിക്കുന്ന പരേതനായ പള്ളിക്കരയിൽ ഹൈദർ ഭാര്യ സൈനബ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം കൊച്ചനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. റസാഖ്, സലാം, അഷ്റഫ്, ഹുസൈൻ, ഹസീന എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ തിരുത്ത് ചാലിശ്ശേരി പരേതനായ വർഗീസിന്റെ ഭാര്യ ബേബി നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിൽ നടന്നു. ലിസൺ, ലിജോ, ലിൻഡോ, ലിവിൻ, ലിറ്റോ എന്നിവർ മക്കളാണ്. കടപ്പുറം അഞ്ചങ്ങാടി വളവിന് കിഴക്കുവശം റിഫായിൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ ഹമീദുണ്ണി മകൻ ചാലിൽ ഹംസമോൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം അഞ്ചങ്ങാടി ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷാജഹാൻ, നൂർജഹാൻ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി കോടതിപ്പടി റോഡിൽ പെരിന്തര വീട്ടിൽ ഷാജഹാൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. ആയിഷ ഭാര്യയും. ഷുഹൈൽ, ഷുഹൈബ്, ഷഹല, ഷാഹില എന്നിവർ മക്കളുമാണ്. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ചൊവ്വന്നൂർ പയ്യൂർ വീട്ടിൽ ഹരിദാസ് ഭാര്യ ഗീത നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. അനുരാഗ്, സനു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. വിജ്ഞാപനം ഒക്ടോബറിലുണ്ടായേക്കും. വാർഡ് വിഭജനം അന്തിമഘട്ടത്തിലെത്തിയതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലം പട്ടയമേള ചൊവ്വാഴ്ച ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 റവന്യൂ മന്ത്രി കെ രാജൻ മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. പഴഞ്ഞി കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടം അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് പൂങ്കാവനത്തിന് സമീപം. ഞായറാഴ്ച രാത്രി 8 മണിയോടെ. കേച്ചേരി കൈപ്പറമ്പിൽ മിനിലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വെള്ളക്കെട്ടിന് പരിഹാരമായി പുതിയ കലുങ്ക് പണിത റോഡ് പുതുക്കിയപ്പോൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയടഞ്ഞു. കർക്കിടക മാസ ദർശനത്തിന് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തണമെങ്കിൽ ഇനി പഞ്ചായത്ത് കനിയണം. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിന് CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിന് ആദരം. SKSSF കടവല്ലൂർ വടക്കുമുറി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.